ഹേ താപസ, എങ്ങോട്ട് പോകുന്നു? നമ്മുടെ തപസ്സിന് ഭംഗം വരുത്തിയ ആ സൂകരത്തിനെ നാം അമ്പെയ്ത് വീഴ്ത്തി. ആ അമ്പെടുക്കാനാണ് നാം പോകുന്നത്. ആ അമ്പ് ഞങ്ങളുടെ സ്വാമി എയ്തു വിട്ടതാണ്. അതെടുത്തുകൊണ്ട് ചെല്ലാനാണ് സ്വാമി ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഹേ വനചരന്മാരെ, കളവ് പറഞ്ഞ് അന്യരുടെ മുതൽ കരസ്ഥമാക്കുന്നതാണോ വനചരന്മാരുടെ സംസ്കാരം? ആ അമ്പ് നമ്മുടേതാണ്, നാം എയ്തു വിട്ടതാണ്. അല്ല, ആ അമ്പ് ഞങ്ങളുടെ സ്വാമിയുടേതാണ്. കളവ് ആവർത്തിക്കുന്നു. കാട്ടുവാസികളുടെ ധിക്കാരവും അഹങ്കാരവും ഒന്നും നമ്മോട് വേണ്ട. നാം എയ്തുവിട്ട അമ്പ് എങ്ങനെ നിങ്ങളുടെ സ്വാമിയുടേതാവും? ഹേ യുവാവേ, നിന്റെ വേഷം താപസന്റേതാണെങ്കിലും പ്രവൃത്തി മറിച്ചാണല്ലോ. ഞങ്ങളുടെ സ്വാമി എയ്തുവിട്ട അമ്പ് എവിടെ കണ്ടാലും ഞങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും. അത് നിന്റെ സ്വന്തമെന്ന് പറഞ്ഞ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന നീ കാട്ടാളനേക്കാൾ നികൃഷ്ടനാണ്. ധിക്കാരം നിറഞ്ഞ വാക്കുകൾ നിർത്തൂ. വില്ലാളി വീരനായ ഈ അർജുനെ കുറിച്ച് കാടന്മാർക്ക് എന്തറിയാം? നന്നായി അറിയാം. ഞങ്ങളുടെ സ്വാമി തക്ക സമയത്ത് അസ്ത്രമയച്ച ആ പന്നിയെ കൊന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ ജീവനോട് കാണില്ലായിരുന്നു. നാം എയ്ത് വീഴ്ത്തിയ പന്നിയെ നിങ്ങളുടെ സ്വാമിയാണ് എയ്ത് വീഴ്ത്തിയതെന്നോ? പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും മിടുക്കരാണോ നിങ്ങൾ കാട്ടുവാസികൾ? കടന്നു പൊയ്ക്കൊള്ളുക. അമ്പ് കിട്ടാതെ ഞങ്ങൾ പോകില്ല. നിന്നെ കീഴ്പ്പെടുത്തി അമ്പ് ഞങ്ങൾ നേടിയിരിക്കും. ഓ, എങ്കിൽ കാണട്ടെ. ദേ, തുല്യ ശക്തികളോടെ ഏറ്റെടുത്ത പാരമ്പര്യമേ ഈ അർജുനുള്ളൂ. എനിക്ക് മുന്നിൽ നിങ്ങൾ വെറും കൃമികീടങ്ങൾ മാത്രം. ആനയ്ക്ക് മുമ്പിലെ മൂഷികന്മാർ. ആട്ടെ, ഞങ്ങളുടെ സ്വാമി എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. ആരാണ് നിങ്ങളുടെ സ്വാമി? വീമ്പ് പറയുന്ന നിന്നേക്കാൾ ശക്തൻ. എങ്കിൽ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ കാത്തു നിൽക്കാം. നമ്മേക്കാൾ ശക്തനെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നാം അയാളോട് യുദ്ധത്തിന് തയ്യാർ. നമ്മെ പരാജയപ്പെടുത്തിയാൽ ആ അമ്പ് അയാൾക്ക് സ്വന്തം. കൂട്ടിക്കൊണ്ടുവരും. വന്നിരിക്കും. നിന്റെ അഹങ്കാരം അടക്കി ആ അമ്പ് ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും. നോക്കിക്കോ. സ്വാമി, അസ്ത്രം തരാൻ ആ യുവാവ് തയ്യാറല്ല. അയാൾ തികഞ്ഞ ധിക്കാരിയും അഹങ്കാരിയുമാണ് പ്രഭു. അയാളെ ജയിക്കാൻ ലോകത്താരുമില്ല എന്ന ഭാവമാണ് അയാൾക്ക്. തീരെ നന്ദിയില്ലാത്തവരുമാ. പന്നിയെ കൊന്നത് സ്വാമിയാണെന്ന് അവൻ സമ്മതിക്കാൻ തയ്യാറല്ല. അങ്ങേ അയാൾ യുദ്ധത്തിനായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. പല വെല്ലുവിളികളും നാം അവഗണിക്കാറുണ്ട്. ചില വെല്ലുവിളികൾ നാം ഏറ്റെടുക്കാറുമുണ്ട്. ആ യുവാവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. വരും. നാമാണ് ഈ വനചരന്മാരുടെ സ്വാമി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി സൂകരത്തിന് നേർക്ക് നാം എയ്തുവിട്ട ശരമാണ് സൂകരത്തിന്മേൽ പതിച്ചിരിക്കുന്നത്. നമ്മുടെ ശരം നമുക്ക് കിട്ടണം. സാധ്യമല്ല. എങ്കിൽ പോരാട്ടത്തിലൂടെ നാം അത് നേടിയിരിക്കും. നിങ്ങളോട് പോരാടാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് പോരാട്ട വീര്യമില്ല. മാത്രവുമല്ല, അധകൃതനായ കാട്ടാളനും. അങ്ങനെയുള്ളവരോട് നാം പോരാടാറില്ല. നിർത്തു നിന്റെ വീമ്പ് പറച്ചിൽ. നീ ഒരു ശരം നമ്മുടെ നേർക്ക് തൊടുക്കുക. നാം അതിനെ പ്രതിരോധിച്ച് പോരാട്ട സാമർഥ്യം തെളിയിക്കാം. നിന്നെ നാം വെല്ലുവിളിക്കുന്നു. ശരം തൊടുക്കുക.
അരുത്, ഇനിയും പരീക്ഷണം അരുത്. ദയവായി സത്യം വെളിപ്പെടുത്തൂ. അങ്ങ് ആരാണ്? ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് നേരെ പോരാടാനോ നമ്മുടെ ആയുധത്തെ അപ്രത്യക്ഷമാക്കാനോ കഴിയില്ല. സത്യം പറയ, അങ്ങ് ആരാണ്? കൈലാസനാഥ, പാർവതി കാന്ത, ഭക്തവത്സല, കിരാത രൂപത്തിൽ ദർശനം തന്ന അങ്ങയ്ക്ക് പ്രണാമം. പാർവതി ദേവി, അവിടത്തേക്കും പ്രണാമം. ആ സൂകരജീവി എന്തിനാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ദേവ. ഹേ പാർത്ഥ, മൂകനെന്ന് പേരായ ഒരു ദൈത്യനാണ് സൂകരവേഷത്തിൽ നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. തപസ് മുടക്കാൻ വേണ്ടി നിന്റെ ജ്യേഷ്ഠ സഹോദരനും ശത്രുവുമായ ദുര്യോധനനാണ് മൂകനെ ഇങ്ങോട്ട് അയച്ചതെന്നറിയുക. ആ സൂകരത്തിന്റെ ലക്ഷ്യം എന്റെ ജീവനായിരുന്നു. ശ്രീശങ്കര, കരുണാനിധേ, അങ്ങാണ് എന്നെ രക്ഷിച്ചത്. യഥാസമയം തപസ്സിൽ നിന്ന് ഉണരാനും സൂകരത്തിന്റെ നേർക്ക് അസ്ത്രമയക്കാനും നമ്മെ പ്രേരിപ്പിച്ചത് നമ്മുടെ ഉപാസനാമൂർത്തിയായ അങ്ങ് തന്നെയാണ്. അതെ അർജുന, അജയ്യനായ പോരാളിയെന്ന നിന്റെ ഗർവടക്കാൻ നാം നിന്നെ പരീക്ഷിച്ചതാണ്. വിഷമിക്കാതെ മകനെ. അമിതമായ ഗർവം പാടില്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടായിരുന്നാൽ മതി. നിന്റെ ശ്രേഷ്ഠമായ തപസ്സിന് നാം ഒരു ദിവ്യാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നു. പാശുപതാസ്ത്രം. മേൽശാന്തി മന്ത്രം ജപിച്ച് ഗംഗയെ തൃക്കടയൂർ ക്ഷേത്രത്തിൽ എത്തിച്ച കഥ പുറത്തെല്ലാം അറിഞ്ഞു കഴിഞ്ഞോ? അറിഞ്ഞു കഴിഞ്ഞോന്നോ? ആ കഥയൊക്കെ ഇപ്പോ നാട്ടിലൊക്കെ പാട്ടല്ലേ. ഇങ്ങനെയുള്ള അത്ഭുത വൃത്താന്തങ്ങൾ കാട്ടുതീ പോലെ പരക്കില്ലേ അങ്ങനെ? മേൽശാന്തിക്ക് ഭക്തജനങ്ങളുടെ പ്രീതി വർദ്ധിച്ചു വരികയാണല്ലോ. പലരും വന്ന് മേൽശാന്തിയുടെ കാലിൽ വീഴുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അയാളെ ക്ഷേത്രത്തിൽ വെച്ച് വാഴിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമല്ലോ. അങ്ങുന്നേ, എനിക്ക് ബലമായൊരു സംശയം. ക്ഷേത്രത്തിലെ അന്നന്നത്തെ ചെലവിന്റെ കണക്കുകൾ മേൽശാന്തി രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന്. വരവ് ചിലവുകൾ എഴുതി വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നാം അത് ചെയ്യുന്നുമുണ്ട്.
മേൽശാന്തി എന്തിന് ചെലവിന്റെ കണക്കുകൾ എഴുതണം? ചെലവ് 10 ആണെങ്കിൽ 100 അങ്ങ് എഴുതി വെക്കില്ലേ? മേൽശാന്തി എഴുതി വെക്കുന്നത് കൃത്യമായ ചെലവും. മേൽശാന്തി തീയതി വെച്ച് കണക്കെഴുതി രാജാവിനെ ഏൽപ്പിച്ചാൽ അങ്ങുന്നിന്റെ അഴിമതി രാജാവ് മനസ്സിലാക്കും. അങ്ങുന്നിന് പിടിയും വീഴും. അല്ല, മേൽശാന്തി കണക്കെഴുതുന്നുണ്ടെന്നത് എന്റെ വെറും സംശയം മാത്രമാണേ, ശരിയാകണമെന്നില്ല. എന്നാലും ഗുണാളൻ മേൽശാന്തിയുടെ ചലനങ്ങൾ നന്നായി വീക്ഷിച്ചോണം. നമ്മുടെ തല പോകുന്ന കാര്യമാ. അങ്ങ് വിഷമിക്കാതെ, ഞാൻ സൂക്ഷ്മമായി വീക്ഷിച്ച് സത്യം കണ്ടുപിടിച്ചോളാം. എഴുതുന്നത് ക്ഷേത്രത്തിന്റെ ചെലവ് കണക്കാണെങ്കിൽ സൂത്രത്തിൽ ആ ഓലകൾ തട്ടിയെടുത്ത് കത്തിച്ചു കളഞ്ഞേക്കാം. പോരെ? മതി. എന്നാലും മേൽശാന്തിയെ വൈകാതെ തന്നെ കെട്ടിക്കണം. അയാൾക്ക് ഒത്താശ ചെയ്യുന്നവരെയും നാം പുറത്താക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വള്ളിയമ്മ? ഊണ് കഴിച്ചുള്ളൂ. മീനാക്ഷി, പൂങ്കൊടി, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ചോറിനും കറിക്കുമൊക്കെ അസാധ്യ സ്വാദ്. കഴിച്ചുള്ളൂ. മേൽശാന്തി, അന്നദാനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ? ആ, ഇനി ഒരു പന്തി കൂടി വിളമ്പേണ്ടി വരും. ഇനിയും കുറെ ആഢ്യന്മാർ എത്താനുണ്ട്. അതെ, അന്നദാനം തീർത്തും കുറ്റമറ്റതാവണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഭക്തർ ആവശ്യപ്പെടുന്ന ചോറും കറിയും ഇല നിറച്ച് വിളമ്പിയേക്കും. ശരി അങ്ങനെ. തൃക്കടയൂരപ്പന്റെ പ്രസാദമാണ് ഈ അന്നം. എല്ലാവരും നിറഞ്ഞ ഭക്തിയോടെ വേണ്ടുവോളം കഴിച്ചോളൂ. എന്ത് പവിത്രമായ അന്നദാന ചടങ്ങ് തൊട്ടും തിണ്ടി അസിദ്ധമാക്കുന്നു? മൂദേവി, എഴുന്നേൽക്കാൻ! വാടിക്കൂട്ടം! കീഴാളവർഗത്തിൽപ്പെട്ട നികൃഷ്ട ജീവിയെ പന്തിയിൽ കയറ്റിരുത്തി ഭക്ഷണം വെമ്പാൻ ആർക്കാണ് ധൈര്യം വന്നത്? അധികാരി കീഴാളർക്ക് പന്തി ഭോജനം അനുവദിക്കുന്നില്ല. വരങ്ങോട്ട്! അധികാരി, അവൾ കൊച്ചുകുട്ടിയാണ്. അവൾക്ക് നല്ല വിശപ്പുമുണ്ട്. വിശപ്പോടെ ഭക്ഷണം കഴിക്കുന്നത് ഏതു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അന്നം വിലക്കുന്നത് മഹാപാപമാണ്. ദൈവനിന്ദ കാട്ടരുത്. അവളെ വിടൂ. സവർണരുടെ പന്തിയിൽ കയറി ഉളുപ്പില്ലാതെ ഉണ്ണുന്ന കീഴാളവർഗത്തെ ഒഴിവാക്കുന്നത് മഹാപുണ്യമാണ് തള്ളേ. ഇറങ്ങിക്കോ വേഗം. അധികാരി, അദ്ദേഹം അവിവേകം കാട്ടരുത്. അന്നവിചാരം മുന്നവിചാരമെന്നാണല്ലോ. എല്ലാ വിഭാഗക്കാർക്കും അത് ബാധകമാണ്. ഭയലേശമെന്നെ ഭക്ഷണം കഴിച്ച്
കുട്ടി വിശപ്പടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കൂടി ആലോചിച്ച് തീരുമാനിക്കാം കീഴാളന് പന്തിഭോജനം അനുവദനീയമല്ലയോ എന്ന്. സാധ്യമല്ല. നമുക്കാരോടും കൂടി ആലോചിക്കേണ്ട കാര്യമില്ല. ഒരിറ്റ് വറ്റ് പോലും ഈ നീച പരീക്ഷയ്ക്ക് അനുവദിക്കില്ല. നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? വാടി കൊണ്ട് അരുത്, വേണ്ട, അരുത്. നമ്മളാരും ഈ അന്നദാന സദ്യ ഉണ്ണുന്നില്ല. ഇത് മഹാപുണ്യമായ അന്നദാനമൊന്നുമല്ല. അധികാരിക്ക് തന്റെ അധികാരം പെരുപ്പിച്ച് കാട്ടാനുള്ള വെറും പ്രഹസന സദ്യ മാത്രമാണ്. ഈ അന്നം ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. മീനാക്ഷി, നമ്മുടെ കുഞ്ഞിനെ ആ ദുഷ്ടൻ പിന്തുടർന്നിരിക്കുകയാണ്. അവളെ രക്ഷിക്കണം. എവിടെയാ നശിച്ച ജന്മം? എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ഇവിടെ വന്ന് ഒളിച്ചിരിക്കാണ് റെഡി. നീ ആദ്യ ബ്രാഹ്മണരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും അല്ലടി? എന്നെ ഒന്നും ചെയ്യല്ലേ, അടിയനെ ഉപദ്രവിക്കല്ലേ. അടിയൻ ഇനി പന്തി കയറില്ല, ക്ഷേത്രത്തിൽ പോലും കയറില്ല. സത്യം അങ്ങുന്നേ, അടിയനെ വിട്ടയക്കണം. വിട്ടയക്കാനോ? ക്ഷേത്രം തൊട്ടു തീണ്ടിയ നശിച്ച കീഴാള ജന്മമാണ് നീ. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നടക്കടിയോട്ട്. അയ്യോ, അരുതേ, ഒന്നും ചെയ്യരുതേ, ഒന്നും ചെയ്യരുതേ. അയ്യോ, അരുത്. ഒന്നും ചെയ്യരുതേ, ഉപദ്രവിക്കരുത്. ഇന്നത്തോടെ നീ ഒടുങ്ങണം.
എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ വിട്ടയക്കണേ.